നമസ്കാരം, മൈ ബെറ്റർ ഹോമിൻ്റെ മറ്റൊരു ഹോം ടൂർ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഒരു നില വീട്, 4 ബെഡ്റൂമുകൾ, ഒരു കുടുംബം പരസ്പരം സ്നേഹിച്ചും സംസാരിച്ചും കണ്ടുമൊക്കെ ജീവിക്കാൻ ഏറ്റവും നല്ലത് ഒരു നില വീടാണ് എന്ന് പറയാറുണ്ട്. അത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള ഒരു നില വീടിൻ്റെ ഹോം ടൂർ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. കാണാം നമുക്ക് ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ കാഴ്ചകൾ. എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടെ മൈ ബെറ്റർ ഹോമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീടിൻ്റെ കൺസ്ട്രക്ഷനും ഇൻറ്റീരിയർ വർക്കുകളും ചെയ്തിരിക്കുന്നത് വാസ്തുക്ഷേത്ര ബിൽഡേഴ്സ് ആൻഡ് ഇൻറ്റീരിയേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനമാണ്. അവർ തൃശ്ശൂർ ബേസ് ചെയ്ത് തന്നെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം കൂടെയാണ്. അവർ ഈ വീട്ടിൽ ചെയ്തിരിക്കുന്ന വർക്കുകൾ, ഇൻറ്റീരിയർ വർക്കുകളായാലും അതിൻ്റെ കൺസ്ട്രക്ഷനും പ്ലാനിങ് ആയാലും എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതും ഈ വീട് എങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നുള്ള കാര്യം നമുക്ക് 1 by 1 ആയിട്ട് കാണാം. കോമ്പൗണ്ട് ഗേറ്റിൻ്റെ ഡിസൈനിൽ നിന്നും ആരംഭിക്കുകയാണെങ്കിൽ GI പൈപ്പും ഷെറാ പ്ലാങ്കും കൂടിയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ഈ വീട്ടിൽ ചെയ്തിരിക്കുന്നത്. നേരെ വീടിൻ്റെ ലാൻഡ്സ്കേപ്പിങ്ങിലേക്ക് വരികയാണെങ്കിൽ വളരെ മനോഹരമായിട്ട് തന്നെ ഈ വീടിൻ്റെ മുറ്റം സെറ്റ് ചെയ്തിട്ടുണ്ട്. മുറ്റത്ത് വിരിച്ചിരിക്കുന്നത് നാച്ചുറൽ സ്റ്റോണാണ്. നാച്ചുറൽ സ്റ്റോണിൽ തന്നെ താന്തൂർ സ്റ്റോൺ എന്ന് പറയുന്ന കല്ലാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. 50 mm തിക്നെസ് ഉള്ള താന്തൂർ സ്റ്റോണിൻ്റെ ഇടയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസുകൾ നൽകിയിരിക്കുന്നു. മൊത്തത്തിൽ ഈ വീടിൻ്റെ മുറ്റത്തിൻ്റെ ഭംഗി, ഈ വീടിൻ്റെ ലുക്ക് കുറച്ചുകൂടെ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വീടിൻ്റെ ലാൻഡ്സ്കേപ്പിലേക്ക് വരികയാണെങ്കിൽ നാച്ചുറൽ ബുഫല്ലോ ഗ്രാസുകൾ ലാൻഡ്സ്കേപ്പിൽ നൽകിയിട്ടുണ്ട്. വീടിൻ്റെ എലവേഷൻ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ചെറിയ രീതിയിലൊരു കേരള ടച്ച് നമുക്ക് ഫീൽ ചെയ്യുന്ന തരത്തിൽ മനോഹരമായിട്ടാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു നില വീടാണെങ്കിലും വീടിന് റൂഫ് ഹൈറ്റ് നല്ല രീതിയിൽ എലവേറ്റ് ചെയ്ത് നൽകാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഡിസൈനേഴ്സ് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീടിൻ്റെ ഭംഗി, നമ്മുടെ വീട് ചെറുതാണ് എന്നുള്ളൊരു ഫീൽ ഇല്ലാതെ തന്നെ നമുക്ക് നല്ല ഭംഗിയിൽ ഒരു നില വീട് കൊണ്ട് നടക്കാൻ സാധിക്കും. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള വീടാണ് കേട്ടോ. 4 ബെഡ്റൂമുകൾ ഈ വീട്ടിൽ വരുന്നുണ്ട്. നല്ല വിശാലമായിട്ടുള്ള ഹാള് ഈ വീടിന് വരുന്നുണ്ട്. എലവേഷൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ചെറിയ രീതിയിലുള്ളൊരു ഗേബിൾ റൂഫ് നൽകിയിരിക്കുന്നു. ഈ വീട് ഫ്ലാറ്റ് വാർത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ പിന്നീട് ട്രസ് വർക്ക് ചെയ്തിട്ടും ഉണ്ട്. സിറ്റ് ഔട്ടിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഇതേപോലൊരു ബെല്ല് നൽകിയിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് കോളിംഗ് ബെല്ലായിട്ട് ഇവിടെ ഒരു സ്വിച്ച് കാണുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇതേപോലെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ബെല്ല് കൂടെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഒരു നോർമൽ സൈസിൽ വരുന്ന സിറ്റ് ഔട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 3.60 നീളം വരുന്നു, 1.5 മീറ്റർ വീതിയും വരുന്ന തരത്തിലാണ് ഈ ഒരു സിറ്റ് ഔട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. GI പൈപ്പ് കൊണ്ടൊരു ഗ്രില്ല് ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഡെക്കറേഷന് വേണ്ടിയിട്ട് നൽകിയിരിക്കുകയാണ്. ഗേറ്റിൽ നൽകിയിരിക്കുന്ന ഒരു കോഫി ബ്രൗൺ കളർ ഇതിന് പെയിൻറ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ട് ഡോറിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഫ്രണ്ട് ഡോറാണ് നൽകിയിരിക്കുന്നത്. ഗ്രൂസ് നൽകിയിരിക്കുകയാണ് വുഡൻ ഡോർ നൽകിയിട്ട്. 2 നല്ല ഭംഗിയുള്ള ബ്ലാക്ക് മാറ്റ് ഫിനിഷ് പുൾ ഹാൻഡിൽസ് ഇതിൽ നൽകിയിട്ടുണ്ട്. ഫുൾ കവറായിട്ട് വരുന്ന ഒരു ഫ്രെയിമാണ് ഈ ഒരു ഡോറിന് നൽകിയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള വൃത്തിയുള്ള ഒരു ഫ്രണ്ട് ഡോറാണ് ഈ വീട്ടിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് കയറി വരികയാണെങ്കിൽ ഗസ്റ്റുകൾക്ക് ഇരിക്കാനുള്ള സ്പേസ് നൽകിയിരിക്കുന്നത് ഇവിടെയാണ്. അതിനോട് ചേർന്ന് തന്നെ ഒരു ഷൂ റാക്ക് നൽകിയിട്ടുണ്ട്. ചെയറിന് ബ്ലാക്ക് കളർ കൊടുത്ത സമയത്ത് ഈ ഷൂ റാക്ക് വൈറ്റ് ലാമിനേഷൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭിത്തിയിലൊക്കെ നമുക്ക് നേരത്തെ കണ്ട സെയിം ടെക്സ്ചർ പെയിൻറ്റിൻ്റെ കണ്ടിന്യൂഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. സിറ്റ് ഔട്ടിൽ നിന്നും നേരെ കയറി വരുന്നത് ഒരു ഫോയർ സ്പേസിലേക്കാണ്. ഈ ഒരു ഭാഗത്ത് എൻ്റെ വലത് ഭാഗത്തൊരു വാൾ വരുന്നു. ഈ വാളിനെ പെയിൻറ്റ് ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഇതേപോലെ ഗോൾഡൻ ബീഡിങ്ങുകൾ വരുന്ന സ്ട്രിപ്പുകൾ ഇൻക്ലൈൻഡ് ആയിട്ട് നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. ഈ ഒരു ഷേപ്പിൽ സ്ട്രിപ്പുകൾ നൽകിയിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ ഒരു വാൾ നമുക്കൊരു ലക്ഷറി ഫീലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ള ഗോൾഡൻ ബീഡിങ് സ്ട്രിപ്പുകൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും. നല്ല ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ്, ഒരു ട്രഡീഷണൽ ടൈപ്പിൽ വരുന്നൊരു ഹാങ്ങിങ് ലൈറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇടത് ഭാഗത്താണ് ഈ വീട്ടിലെ ലിവിങ് റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ലിവിങ് റൂമിലേക്ക് കയറുന്ന ഭാഗത്ത് ഇതേപോലെ പ്ലൈവുഡ് ഉപയോഗിച്ച് പാനലിംഗ് ചെയ്തിരിക്കുകയാണ്. പ്ലൈവുഡിൻ്റെ മുകളിൽ വെനീർ ലാമിനേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വുഡൻ ഫിനിഷ് കൊണ്ടുവരുന്നത്. അതിൽ തന്നെ നല്ല ഭംഗിയിൽ ഇതേപോലെ CNC കട്ട് വർക്കൊക്കെ നൽകി അതിനിടയിൽ ലൈറ്റുകളൊക്കെ നൽകിയിട്ട് ഈ ഒരു ഭാഗം മനോഹരമാക്കാൻ വേണ്ടി ഇതിൻ്റെ ഡിസൈനേഴ്സ് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഫോയറിൻ്റെ സീലിംഗ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ജിപ്സം പ്ലസ് വുഡൻ സീലിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ലിവിങ് റൂമിൻ്റെ ഡിസൈൻ നമുക്കൊന്ന് കാണാം. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് റൂമാണ് ഈ വീട്ടിൽ നൽകിയിട്ടുള്ളത്. 4 മീറ്റർ വീതിയും 4.70 ഇതിന് നീളവും വരുന്നുണ്ട്. ഈ ഭാഗത്താണ് TV യൂണിറ്റ് നൽകിയിരിക്കുന്നത്. വാൾ നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതെല്ലാം വാൾപേപ്പേഴ്സാണ്. ഇത് പ്ലൈവുഡിൻ്റെ മുകളിൽ മൈക്ക ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള TVയുടെ ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. അതും പ്ലൈവുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് പ്ലൈവുഡിൽ ഗ്രൂ വരുന്നിട്ട് അതിൽ വെനീർ ലാമിനേറ്റ് ചെയ്തിരിക്കുന്നു.
ഇവിടുത്തെ മൊത്തത്തിൽ ഈ ഒരു ലിവിങ് റൂം നോക്കുകയാണെങ്കിൽ ഒരു വുഡൻ ടച്ച് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. ഈ ബാക്ക് വാൾ ആയാലും ശരി, ഇവിടെ കൊടുത്തിരിക്കുന്ന 3+1 സോഫ സീറ്റർ ആണെങ്കിലും ശരി, ഈവൻ നമ്മുടെ വിൻഡോയുടെ പാനലിംഗ് ആണെങ്കിലൊക്കെ ആ ഒരു വുഡ് ടച്ച് ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വീടിൻ്റെ മൊത്തം ആംബിയൻസ് മാറ്റുന്നത് കയറി വരുന്ന ഭാഗത്ത് തന്നെ ഒരു നടുമുറ്റം വീടിന് നൽകിയിട്ടുണ്ട്. 4 പില്ലറുകളൊക്കെ നൽകിയിട്ട് അതിൽ വുഡൻ കവറിംഗ് ഒക്കെ നൽകി നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു നടുമുറ്റം എന്ന് പറയുന്നത്. ഇവിടെ ടൈലായിട്ട് നൽകിയിരിക്കുന്നത് വുഡൻ ടൈലാണ് നൽകിയിട്ടുള്ളത്. സാധാരണ ഫ്ലോറിങ്ങിന് മറ്റ് ഭാഗങ്ങളിലെല്ലാം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 1600, 800 വിട്രിഫൈഡ് ടൈലുകൾ ഉപയോഗിച്ചിരിക്കുന്നു. എന്നാൽ ഈ നടുമുറ്റത്തിൻ്റെ ഭാഗത്ത് മാത്രം ഇതേപോലെ വുഡൻ ടൈലുകൾ, നല്ല ഭംഗിയുള്ള നമ്മുടെ ഈ പാനലിങ് ചെയ്തിരിക്കുന്ന ഗ്രെയിൻസിനോട് മാച്ച് ചെയ്യുന്ന വുഡൻ ടൈൽസ് ആണ് നൽകിയിട്ടുള്ളത്. നടുമുറ്റത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നൽകിയിരിക്കുന്നത് താന്തൂർ സ്റ്റോണുകളാണ്. ആർട്ടിഫിഷ്യൽ ഗ്രാസുകൾ നൽകിയിട്ടുണ്ട്. നാച്ചുറൽ പ്ലാന്റ്സുകൾ ഇതേപോലെ പോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. ഈ നടുമുറ്റത്തിലേക്ക് ലൈറ്റ് വരാൻ വേണ്ടിയിട്ട് മുകളിൽ റൂഫ് ചെയ്ത സമയത്ത് പോളികാർബണേറ്റ് ഷീറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ റൂഫിങ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ വീടിൻ്റെ പ്ലാനിങ് വളരെ ഓപ്പൺ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഭാഗത്ത് ഫോർമൽ ലിവിംഗ് ആണ് വരുന്നത്. ഇവിടെയാണ് ഫാമിലി ലിവിംഗ് റൂം വരുന്നത്. എൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് നിങ്ങൾ ഡൈനിങ് സ്പേസ് കാണുന്നത്. എങ്ങനെയാണ് ഡൈനിങ് സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നുള്ള കാര്യം നമുക്കൊന്ന് കാണാം. അതിന് മുമ്പ് ഈ ഒരു വാള് ഇതേപോലെ ടൈൽ ഉപയോഗിച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. വാൾപേപ്പർ നമ്മൾ ഉപയോഗിക്കാറുണ്ട്, ടെക്സ്ചർ പെയിൻറ്റുകൾ ഉപയോഗിക്കാറുണ്ട്, എന്തെങ്കിലും തരത്തിലുള്ള പാനലിങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിനേക്കാളും കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ടൈൽ ഉപയോഗിച്ചിട്ട് വാൾ പാനലിങ് ചെയ്യാൻ സാധിക്കും. ഒരു വുഡൻ ഷെയ്ഡാണ് അവിടെ നൽകിയിട്ടുള്ളത്. ഡൈനിങ് സ്പേസ് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നുള്ള കാര്യം നമുക്കൊന്ന് കാണാം. ഇവിടെ ഇതേപോലെ ഒരു ചെറിയൊരു ഷോ വാൾ, പാർട്ടീഷൻ വാൾ പോലെ നൽകിയിട്ടുണ്ട്. അതിൽ ക്ലാഡിംഗ് ബ്രിക്കുകൾ നൽകിയിരിക്കുന്നു. അതിൽ ടെറാക്കോട്ട പോളിഷ് ചെയ്തിട്ടുമുണ്ട്. ഭംഗിയുള്ളൊരു ക്ലോക്ക്, വാൾ ക്ലോക്ക് ആയിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. ഡൈനിങ് ടേബിളിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ 6 പേർക്ക് ഒരേ സമയം ഇരിക്കാവുന്ന ഡൈനിങ് ടേബിളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല മനോഹരമായിട്ടുള്ള ചെയറുകളാട്ടോ. അല്പം ഒരു ട്രഡീഷണൽ സ്റ്റൈൽ തോന്നിപ്പിക്കുന്ന എന്നാൽ തന്നെ നല്ല ഭംഗിയുള്ള ചെയറുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ടേബിളിൻ്റെ കൗണ്ടർ ടോപ്പായിട്ട് നൽകിയിട്ടുള്ളത് നാനോ വൈറ്റ് സ്ലാബുകളാണ്. നമ്മുടെ അളവിലേക്ക് പണിയിപ്പിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നാനോ വൈറ്റ് ചെയ്തിട്ട് എഡ്ജുകൾ മോൾഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഡൈനിങ് ടേബിൾ നിർമ്മിച്ചിട്ടുള്ളത്. നേരെ മുകളിൽ ഒരു ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള വ്യത്യസ്തമായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റാണ് ഇവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത്. പ്ലൈവുഡ് പാനലിങ് ചെയ്തിട്ട് അതിൽ ഗ്രൂസ് നൽകിയിട്ട് അതിനകത്താണ് ഈ ഒരു ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുള്ളത്. ഇതേപോലെ ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ നിങ്ങൾ വീട്ടിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, വീട്ടിൽ വയറിങ്ങിൻ്റെ വർക്ക് നടക്കുമ്പോൾ എങ്കിലും നിങ്ങൾ ആ കാര്യം ഫിക്സ് ചെയ്യണം. ഇൻറ്റീരിയർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇതേപോലെ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ലൈറ്റ് പോയിന്റുകൾ അല്ലെങ്കിൽ സ്വിച്ചുകൾ ഇവിടെ ലഭിക്കാതെ വരും. ഡൈനിങ് സ്പേസിനോട് ചേർന്ന് തന്നെ ഒരു ക്രോക്കറി യൂണിറ്റ് ഇവിടെ നൽകിയിരിക്കുകയാണ്. അധിക വീട്ടിലും നമ്മൾ കാണാറുണ്ട് ഡൈനിങ് സ്പേസിൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു ഷോക്കേസ് അല്ലെങ്കിൽ സ്റ്റോറേജ് യൂണിറ്റ് നൽകുന്ന കാണാം. ഇവിടെ ഒരു ക്രോക്കറി യൂണിറ്റ് ആയിട്ടാണ് നൽകിയിട്ടുള്ളത്. ഗ്ലാസ് വരുന്ന സമയത്ത് അല്പം ടിൻറ്റഡ് ആയിട്ടുള്ള ഗ്ലാസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ബ്ലാക്ക് കളറിൽ വരുന്ന ഗ്രാനൈറ്റ് ഇവിടെ നൽകിയിരിക്കുന്നു. മുകളിലേക്ക് അപ്പർ ക്യാബിനറ്റിലേക്ക് വരുമ്പം പ്ലെയിൻ ആയിട്ടുള്ള കബോർഡ് ഡോറുകളാണ് നൽകിയിരിക്കുന്നത്. ഈ വീടിൻ്റെ ഈ ഭാഗത്ത് ഇപ്പോൾ എല്ലാ വീട്ടിലും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പാറ്റിയോ സ്പേസ് നൽകിയിട്ടുണ്ട്. ഈ വീട്ടിലും മനോഹരമായിട്ടുള്ളൊരു പാറ്റിയോ സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് സ്പേസിൻ്റെ തൊട്ടടുത്തായിട്ട് വരുന്ന ഈ ഒരു പാറ്റിയോ സ്പേസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഫ്ലോറിംഗ് ആയിട്ട് നൽകിയിരിക്കുന്നത് താന്തൂർ സ്റ്റോണാണ്. മുറ്റത്ത് നൽകിയിരിക്കുന്ന സെയിം താന്തൂർ സ്റ്റോണ്. അതിനിടയിൽ തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് നൽകിയിട്ടുണ്ട്. ഈ ഒരു വാളിലേക്ക് നോക്കൂ, 2 ഭാഗത്തും വെർട്ടിക്കൽ ഗാർഡൻ ആണ് നൽകിയിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഇതേപോലെ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് നാച്ചുറലായിട്ടും ചെയ്യാൻ പറ്റും, ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഉപയോഗിച്ചും ചെയ്യാം. ആർട്ടിഫിഷ്യൽ ആകുമ്പോൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട, മറ്റേതാകുമ്പോൾ നമുക്ക് റെഗുലറായിട്ടത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ കാണുന്നത് ലാറ്ററൈറ്റ് ക്ലാഡിംഗ് ബ്രിക്കാണ്. ഇത് നമുക്ക് ടൈല് പോലെ ചെറിയ വലുപ്പത്തിൽ മേടിക്കാൻ കിട്ടുന്നൊരു ബ്രിക്കാണ്. ഒരു ബ്രിക്കിന് 80 രൂപ റേറ്റിലാണ് നമുക്കിത് അവൈലബിൾ ആവുന്നത്. നേരെ നമ്മൾ ഇതിൻ്റെ റൂഫിംഗിലേക്ക് നോക്കുകയാണെങ്കിൽ പോളി കാർബണേറ്റ് ഷീറ്റാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. GI പൈപ്പുകളിൽ ട്രസ് വർക്ക് ചെയ്തിട്ടാണ് അതിൽ പോളി കാർബണേറ്റ് ഷീറ്റ് വിരിച്ചിട്ടുള്ളത്. ഡൈനിങ് സ്പേസിനോട് ചേർന്ന് തന്നെ ഓപ്പൺ കിച്ചന് ഈ വീട്ടിൽ വരുന്നുണ്ട്. അതിനു മുമ്പ് ഞാൻ ഈ ഫാമിലി സ്പേസ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഈ വീട്ടിലെ ഫാമിലി ലിവിങ് സ്പേസ്. ഇവിടെ തന്നെയാണ് ഇവരുടെ പ്രയർ റൂമും സെറ്റ് ചെയ്തിട്ടുള്ളത്. പ്രാർത്ഥിക്കാനുള്ള സമയത്ത് ഈ ഭാഗത്താണ് വീട്ടിലെ ആളുകളെല്ലാം വന്നിരിക്കാറുള്ളത്. അവർക്ക് വേണ്ടിയിട്ടൊരു 2+1 സോഫ സീറ്ററും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ വീണ്ടും ഒരു കോർട്ട്യാർഡ് സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. താന്തൂർ സ്റ്റോൺ ആണ് ഈ ഒരു സ്പേസിൽ നൽകിയിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഗ്രാസുകൾ നൽകിയിട്ടുണ്ട്. ഈ ഒരു വാളെല്ലാം ഇതേപോലെ വാൾ ഡെക്കോർ ഐറ്റംസ് നൽകിയിട്ട് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. മുകളിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയുള്ള പോളികാർബണേറ്റ് ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വീട്ടിലെ ഓപ്പൺ കിച്ചൻ്റെ ഡിസൈൻ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. നേരെ കയറി വരുന്നത് ഒരു ഐലൻഡിലേക്കാണ്. ഐലൻഡ് കിച്ചൺ ആയിട്ടാണ് ഈ വീട്ടിൽ ഓപ്പൺ കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഐലൻഡ് കിച്ചൺ വെച്ചിട്ടുണ്ടെങ്കിൽ നടുവിൽ ഇതേപോലെ ഒരു ടേബിൾ ഉണ്ടാവും. അവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലെ ഇവിടെ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 ബാർ ചെയറുകളൊക്കെ നൽകി. ബാർ ചെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചെയറുകളാണ്. ഹൈ ചെയർ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. 2 ചെയറുകൾ നൽകിയിരിക്കുന്നു. നേരെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഹുഡ് ആൻഡ് ഹോബ് നൽകിയിട്ടുണ്ട്. ഫാബറിൻ്റെ ഹുഡ് ആൻഡ് ഹോബാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നേരെ ഈ ഭാഗത്ത് എൽ ഷേപ്പിൽ വരുന്ന കിച്ചൺ കബോർഡുകൾ നൽകിയിട്ടുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പ്ലൈവുഡിൽ മൈക്ക ലാമിനേറ്റ് ചെയ്തിട്ടാണ് കബോർഡുകളെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പർ ക്യാബിനറ്റിലേക്ക് വരികയാണെങ്കിലും ആ ഒരു വുഡൻ ലാമിനേഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും മുകൾ ഭാഗത്ത് സ്റ്റോറേജ് യൂണിറ്റുകൾ നൽകിയിട്ടുണ്ട്. കിച്ചൺ ആകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ സ്റ്റോറേജ് യൂണിറ്റിന് നല്ല രീതിയിൽ പ്രാധാന്യം കൊടുത്തിട്ടാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മുകൾ ഭാഗത്ത് മുഴുവൻ ഇതേപോലെ സ്റ്റോറേജ് യൂണിറ്റ് വരുന്നു. അത് ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഈ ഭാഗം മൊത്തം ഒരു സ്റ്റോറേജ് യൂണിറ്റാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഓവൺ മോട്ടിജി ഒക്കെ വെക്കാനുള്ള സ്പേസും നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്ത് വീടിൻ്റെ വർക്ക് ഏരിയയിലേക്ക് പോകുന്ന എൻട്രിയാണ്. വർക്ക് ഏരിയയും വളരെ നീറ്റായിട്ട് തന്നെയാണ് ഇവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. വുഡൻ കോമ്പിനേഷൻ തന്നെ, വുഡൻ ടൈലും അതേപോലെ വുഡൻ പാനലിങ്ങുമാണ് വർക്ക് ഏരിയയിൽ നൽകിയിരിക്കുന്നത്. വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ വീട്ടിൽ 4 ബെഡ്റൂമുകളുണ്ട്. 3 ബെഡ്റൂമുകൾ ഇപ്പോൾ ഫർണിഷിങ് ചെയ്തിട്ടുണ്ട്. ഒരു ബെഡ്റൂം ഫർണിഷിങ് ചെയ്തിട്ടില്ല. എല്ലാവർക്കും വീട്ടിലെ അംഗങ്ങൾക്കെല്ലാം പെട്ടെന്ന് തന്നെ കാണാനും സംസാരിക്കാനൊക്കെ പറ്റുന്ന രീതിയിലാണ് ബെഡ്റൂമുകളുടെയൊക്കെ പൊസിഷൻസ് നൽകിയിട്ടുള്ളത്. നേരെ കയറി വരുന്ന ഫോയർ സ്പേസിൽ ഈ ഒരു നടുമുറ്റത്തിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് മാസ്റ്റർ ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. തൊട്ടടുത്ത് തന്നെ കിഡ്സ് ബെഡ്റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം മാസ്റ്റർ ബെഡ്റൂം എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം. സ്പേഷ്യസ് ആയിട്ടുള്ളൊരു മാസ്റ്റർ ബെഡ്റൂമാണ് ഈ ഒരു വീട്ടിന് നൽകിയിട്ടുള്ളത്. കിങ് സൈസിൽ വരുന്ന ഒരു കോട്ട് നൽകിയിരിക്കുന്നു. മനോഹരമായിട്ടുള്ള ഒരു ഹെഡ് ബോർഡും ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ ഒരു ബാക്ക് വാൾ മൊത്തം വാൾപേപ്പർ നൽകിയിട്ടുണ്ട്. ഇതേപോലെ വാൾ ഡെക്കോർ ഐറ്റംസ് നൽകിയിട്ട് അത് ഭംഗിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ഈ ഒരു മാസ്റ്റർ ബെഡ്റൂം അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്ഥാപനം വാസ്തുക്ഷേത്ര ബിൽഡേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനം കൂടുതലായിട്ടും വാസ്തു ഓറിയൻറ്റഡ് ആയിട്ടാണ് അവരുടെ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ റൂം സൈസ് നോക്കുകയാണെങ്കിലും ആ ഒരു സൈസുകളൊക്കെ ഇതിൽ കാണാൻ സാധിക്കും. ഈ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ബെഡ്റൂമിൻ്റെ സൈസ് നൽകിയിരിക്കുന്നത് 462 സെൻറ്റിമീറ്റർ നീളവും 318 സെൻറ്റിമീറ്റർ വീതിയാണ്. സാധാരണ നമ്മളിങ്ങനെ 462 എന്നും 318 എന്നും റൗണ്ട് ചെയ്ത് ചെയ്യാറില്ല. കാരണം വാസ്തു പറയുന്ന സമയത്ത് അവരുടെ കണക്കുകളൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ കൃത്യമായിട്ടുള്ള സെൻറ്റിമീറ്റർ കണക്കിൽ ബെഡ്റൂമുകൾ അറേഞ്ച് ചെയ്യുന്നത്. ഈ ഒരു ബെഡ്റൂമിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ആംബിയൻസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. വിൻഡോസ് എല്ലാം വുഡൻ പാനലിങ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ നൽകിയിട്ടുണ്ട്. മുകളിലൊരു നിഷും സ്റ്റോറേജ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. വാർഡ്രോബിൻ്റെ ഡിസൈൻ നൽകിയിരിക്കുന്നത് അല്പം വ്യത്യസ്തമായിട്ടാണ്. വുഡൻ പ്ലസ് മൈക്ക ലാമിനേഷൻ ആണ് വാർഡ്രോബിന് നൽകിയിട്ടുള്ളത്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു ഓപ്പൺ സ്പേസ് നൽകിയിട്ട് അതിനിടയിൽ ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. ആ ലൈറ്റിൻ്റെ എഫക്റ്റ് വുഡിൽ വരുന്ന സമയത്ത് നല്ല ഭംഗിയിൽ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. വാർഡ്രോബിൻ്റെ തൊട്ടടുത്തായിട്ട് ഇവിടെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് നൽകിയിരിക്കുന്നു. വലിയ മിറർ നൽകിയിട്ടുണ്ട്. മിറർ ലാമ്പ് വരുന്നു. അടിയിൽ ഇതേപോലെ ഒരു സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്. ഒരു വുഡൻ പ്ലസ് വൈറ്റ് കോമ്പിനേഷനാണ് വീട്ടിലെ എല്ലാ സ്ഥലത്തും യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. എൻ്റെ വലതുഭാഗത്തായിട്ടാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നൽകിയിരിക്കുന്നത്. വിട്രിഫൈഡ് ടൈലാണ് ടോയ്ലറ്റിൽ യൂസ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ഏരിയയുടെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഒരു ബ്ലാക്ക് കളർ ടൈൽ ഉപയോഗിച്ചിരിക്കുന്നു. ഡ്രൈ ഏരിയയുടെ ഭാഗത്ത് ഒരു വൈറ്റ് കളർ ഉപയോഗിച്ചിട്ട് 2 ഭാഗവും ടൈൽ ഉപയോഗിച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. മാസ്റ്റർ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെയാണ് ഈ വീട്ടിലെ കിഡ്സ് ബെഡ്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സെയിം സൈസ് തന്നെയാണ് കിഡ്സ് ബെഡ്റൂമിന് വരുന്നത്. 460 ഈ ഒരു ബെഡ്റൂമിൻ്റെ നീളം വരുന്നത്. അതുകൊണ്ട് തന്നെ ലെങ്തി ആയിട്ടുള്ള ബെഡ്റൂമായിട്ടാണ് നമുക്കിത് ഫീൽ ചെയ്യുന്നത്. കുട്ടികൾക്ക് പറ്റുന്ന രീതിയിൽ 2 സിംഗിൾ ബെഡുകൾ നൽകിയിട്ടുണ്ട്. ഒരു ബ്ലൂ ഷെയ്ഡും ഒരു പിങ്ക് ഷെയ്ഡുമാണ് ബെഡിന് നൽകിയിരിക്കുന്ന കളർ പാറ്റേൺ എന്ന് പറയുന്നത്. വാളിലേക്ക് വരുന്ന സമയത്ത് ഒരു സ്കൈയുടെ ഒരു സാമ്പിൾ പോലെ ബ്ലൂ കളറിൽ ഇതേപോലെ സ്റ്റാർസ് ഒക്കെ ഒട്ടിച്ചിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു കോർണറിൽ എൽ ഷേപ്പിൽ വരുന്ന ഒരു സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ബുക്ക് ഷെൽഫായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസും ഇവിടെ നൽകിയിരിക്കുന്നു. വാർഡ്രോബിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള വാർഡ്രോബുകളാണ് ഈ വീട്ടിലെ എല്ലാ സ്ഥലത്തും കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇതേപോലെ വുഡൻ പ്ലസ് ലാമിനേഷൻ കോമ്പിനേഷൻ വരുന്ന തരത്തിലാണ് വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത്.
ഇത് ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമാണ്. പ്രെയർ റൂമിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ പൊസിഷൻ നൽകിയിരിക്കുന്നത്. പേരൻസ് ബെഡ്റൂമായിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഉപയോഗിക്കുന്നത്. 2 പേർക്ക് കിടക്കാവുന്ന സിംഗിൾ ബെഡുകൾ 2 എണ്ണം നൽകിയിരിക്കുന്നു. ഈ ഒരു വാളിലേക്ക് വരികയാണെങ്കിലും ബാക്ക് വാളായിട്ട് വാൾപേപ്പർ ചെയ്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള വാൾപേപ്പർ പാറ്റേൺ ആണ് നൽകിയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു മൊറോക്കൻ സ്റ്റൈലിൽ ഹാങ്ങിങ് ലൈറ്റും ഇവിടെ നൽകിയിട്ടുണ്ട്. കട്ടിലെല്ലാം ഫിക്സ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് പ്ലൈവുഡ് ഉപയോഗിച്ചിട്ട് ഫിക്സ്ഡ് ആയിട്ട് ചെയ്തു. അതിൻ്റെ മുകളിൽ ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. മൈക്ക ലാമിനേഷൻ കൊടുത്തിട്ടുണ്ട്. നേരെ ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് വാർഡ്രോബാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 3 ഡോറ് വരുന്ന വാർഡ്രോബുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ ഒരു വാർഡ്രോബിൻ്റെ ഡിസൈനിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു സെപ്പറേറ്റ് ഒരു സ്റ്റോറേജ് സ്പേസ് കൂടെ വരുന്നു. ഒരു ഫുൾ വാർഡ്രോബ് 3 ഡോറ് വരുന്നത് ഇവിടെ നൽകിയിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു സീലിംഗ് ഡിസൈന് ഈ ഒരു ബെഡ്റൂമിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ ഈ വീട്ടിൽ സംസാരിക്കുന്ന സമയത്തെല്ലാം വീടിൻ്റെ സീലിങ്ങിനെ കുറിച്ച് അധികമായിട്ട് സംസാരിച്ചിട്ടില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനുകളാണ് സീലിങ്ങിന് എല്ലായിടത്തും യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്താണ് ഡ്രസ്സിംഗ് ഏരിയ നൽകിയിട്ടുള്ളത്. മിറർ നൽകിയിരിക്കുന്നു. അതിനോടൊപ്പം ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. ഇതേപോലെ ഓപ്പൺ നിഷുകൾ എല്ലാ ഭാഗത്തും നൽകിയിട്ടുണ്ട്. എൻ്റെ വലത് ഭാഗത്താണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നൽകിയിരിക്കുന്നത്. ഇത് ഈ വീട്ടിലെ 4ാമത്തെ ബെഡ്റൂമാണ്. ഈ ഒരു ബെഡ്റൂം ഫർണിഷിങ് ചെയ്തിട്ടില്ല. ഫ്ലോറിങ്ങും അതിൻ്റെ പെയിൻറ്റിങ്ങും ചെയ്ത് വെച്ചിരിക്കുന്നു. കുട്ടികളൊക്കെ വലുതാവുന്ന സമയത്ത് ബെഡ്റൂം ഫർണിഷിങ് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം ഇവിടെ ഓൾറെഡി മാസ്റ്റർ ബെഡ്റൂമും കിഡ്സ് ബെഡ്റൂമും പേരൻസ് ബെഡ്റൂമും ഫുൾ ഫർണിഷ്ഡ് ആയിട്ട് 3 ബെഡ്റൂമുകൾ ഇവിടെയുണ്ട്. നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. ഈ വീടിൻ്റെ ഡിസൈൻ വർക്കുകൾ, കൺസ്ട്രക്ഷൻ മുതൽ പ്ലാനിങ്, ഇതിൻ്റെ കൺസ്ട്രക്ഷൻ, ഇൻറ്റീരിയർ ഡിസൈൻ ഇതെല്ലാം ചെയ്തിരിക്കുന്നത് വാസ്തുക്ഷേത്ര ബിൽഡേഴ്സ് ആൻഡ് ഇൻറ്റീരിയേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനമാണ്. എഞ്ചിനീയർ സുനിലാണ് ആ ഒരു സ്ഥാപനത്തിൻ്റെ അമരക്കാരനായിട്ട് പ്രവർത്തിക്കുന്നത്. അവരുടെ ഒരു വർക്കുകൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീട് അവർ ടേൺ കീ പ്രൊജക്റ്റിൽ ചെയ്തിരിക്കുകയാണ്. അതായത് പ്ലാൻ മുതൽ ഇതിൻ്റെ ഇൻറ്റീരിയർ വരെ അവർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി കൺസ്ട്രക്ഷൻ വർക്ക് മാത്രമായാലും ഇൻറ്റീരിയർ വർക്ക്സ് മാത്രമായാലും അവർ ചെയ്യാൻ റെഡിയാണ്. തൃശ്ശൂർ ബേസ്ഡ് ആയിട്ടാണ് അവരുടെ സ്ഥാപനം വരുന്നത്. കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളുമെല്ലാം ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ഡീറ്റെയിൽസിലും എല്ലാം നൽകുന്നുണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ബന്ധപ്പെടാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അറിയിക്കുക. 1 നില വീടാണോ 2 നില വീടാണോ ഒരു ഫാമിലിക്ക് നല്ലത് എന്നുള്ള കാര്യവും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അതേപോലെ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ